لله والصلاة والسلام على رسول الله وعلى آله أجمعين الفائزين برضا الله وبعد. ബഹുമാനമുള്ള സദസ്യർ, ബിന്ദാവ് ഗ്രൂപ്പിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാം കൊണ്ടും സന്തോഷകരമായ ഒരു സുദിനവും നമ്മുടെ പരിപാടിയും, ഇങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ സമുദായത്തിന് കാഴ്ചവെക്കാൻ ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തുണക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയുമായി സംബന്ധിച്ച് എന്തെന്ന് പറഞ്ഞാൽ, ആളുകൾക്കും സമുദായത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നതിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അത് ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബത്ത് വന്ന് ചോദിച്ചു, ഞാൻ ഏറ്റവും അധികം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്താണ്? അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. വീണ്ടും അതേ സ്വഹാബി വന്ന് ചോദിച്ചു, എന്താണ് ഞാൻ ഹബീബായ നബിയെ അള്ളാഹുവിനോട് ഏറ്റവും അധികം ചോദിക്കേണ്ടത്? വീണ്ടും അതേ മറുപടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതും ചോദിച്ചപ്പോ, കാരണം ആദ്യം ചോദിച്ചപ്പോൾ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബിക്ക് സംശയം, സ്വർഗത്തിലേക്ക് കടക്കലും നരകത്തെ തൊട്ട് കാക്കലും അഥവാ ആഖിറത്തിന്റെ വിജയമാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്. പക്ഷേ ദുന്യാവിന്റെ സുഖവും ആഡംബരവും ദുന്യാവിലെ ആഫിയത്തും ആരോഗ്യവും ചോദിക്കാനാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് ഈ സഹാബത്തിന് സംശയം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബത്ത് ചോദിച്ചത്, എന്താണ് ഞാൻ ഏറ്റവും അധികം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്? അപ്പോൾ 3 പ്രാവശ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീന വദ്ദുനിയ വൽ ആഖിറ. ആഫിയത്തും ആരോഗ്യവും നീ ചോദിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം പറഞ്ഞു. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആഫിയത്തും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഏതൊക്കെ വിധേന നമുക്ക് വഴിയൊരുക്കാൻ കഴിയുമോ അതൊക്കെ നാം ദുന്യാവിലെ ആഫിയത്തും ആരോഗ്യവുമാണ് ചോദിക്കുന്നതെങ്കിലും ആ ആഫിയത്തും ആരോഗ്യം ഉണ്ടാകലോടുകൂടെ നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ഉന്മേഷവും ആവേശവും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മൾ ഏവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മളുടെ സംരംഭം വലിയ ഒരു മുതൽക്കൂട്ടായി മാറും. നമ്മുടെ നിയ്യത്തും നമ്മുടെ പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തീർമാറാവട്ടെ. എന്തെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് നമ്മുടെയും ആരുടെയും അവസ്ഥ നമുക്ക് പറയാൻ സാധ്യമല്ല. ഇപ്പൊ ചെറുപ്പക്കാരിയെന്നോ കുട്ടികളെന്നോ വയസ്സെന്നോ എന്നുമല്ല. എപ്പോ എന്ത് സംഭവിക്കും, എന്താകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പണ്ടൊക്കെ ആരോഗ്യവും നല്ല ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ വിഷാംശം, കാരണം പച്ചക്കറികളാവട്ടെ, ഫ്രൂട്ട്സുകളാവട്ടെ, മറ്റുള്ള ഇതര സാധനങ്ങളാവട്ടെ, അതിലൊക്കെ വിഷം കുത്തിയടിക്കുന്ന പല രീതിയിലുള്ള ഏത് നിലക്കാണ്. ചില ആളുകളൊക്കെ പല നിലക്കും കൺട്രോൾ ചെയ്യും. ഹോട്ടലുകളിലോ മറ്റോ ഭക്ഷണം കഴിക്കാതെ വളരെ ശ്രദ്ധിച്ച് ജീവിക്കും. പക്ഷേ ഏറ്റവും വലിയ ക്യാൻസർ പോലത്തെ രോഗങ്ങളൊക്കെ അങ്ങനത്തെ ആളുകളിലാകുമെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നാം വിചാരിക്കും
നമുക്ക് ആഫിയത്തും ആരോഗ്യവും എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇപ്പൊ ഒരു നിമിഷം നിൽക്കുന്ന ഞാൻ തന്നെയാണെങ്കിലും എൻ്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വളരെ മാരകമായ അണുക്കളുണ്ടെങ്കിൽ അതൊന്നും നാം ഓരോരുത്തരും ചിന്തിക്കുന്ന അവസ്ഥയല്ല. ഇപ്പൊ നമുക്ക് ചിന്തിക്കുന്നത് ആരും ഏതവസ്ഥയിലും എന്തും സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിൻ്റെതാവട്ടെ, ഇപ്പൊ ഭക്ഷണത്തിൽ വിഷാംശം കുത്തി വെച്ചിട്ട് ആ ഭക്ഷണം നമ്മൾ കഴിച്ച് ഒരു കാലത്ത് വിഷാംശം കഴിച്ചാൽ പോലും മരിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാലം പോയിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഏതവസ്ഥയിലും മനുഷ്യന്റെ ശാരീരികമായും ആരോഗ്യപരമായും നമുക്ക് വന്നുപെടുന്ന ആഫത്തുകൾ, ബലാ, മുസീബത്ത്, ഇതിന്റെ അവസ്ഥയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സംരക്ഷിതമായി നമുക്ക് ആഫിയത്ത് ആ രോഗങ്ങൾ ആരോഗ്യമായി മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ബിന്ദാസ് ഗ്രൂപ്പിന്റെ വക നമുക്ക് ഒരു ആംബുലൻസ് ഇവിടെ തയ്യാറാക്കി ഏതുകൊണ്ടും നമുക്ക് അനുഗ്രഹിക്കപ്പെടേണ്ടതാണ്. കാരണം ആർക്കും ഏത് സമയത്തും വിളിച്ചാലും അത് അവർക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംരംഭം അവൻ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഓരോ പ്രവർത്തനം ബിന്ദാസ് ഗ്രൂപ്പിൻ്റെതാവട്ടെ, ആര് നല്ല നല്ല പ്രവർത്തനം ചെയ്യുന്നു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്രിസ്തീയനായ ഒരു ആള് അവൻ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഏത് പ്രവർത്തനം മുസ്ലിംകൾ ചെയ്യുന്നത് പോലത്തെ പ്രവർത്തനം, സ്വതക്കുകളാവട്ടെ, മറ്റുള്ള മനുഷ്യന്മാർക്ക് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സഹാബത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അവൻ സ്വർഗത്തിലല്ലേ? അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്തീയനായ ആളെ കൊണ്ട് പറഞ്ഞു, അവൻ സ്വർഗത്തിലില്ല, അവന്റെ ഒരു ഈമാനിന്റെ കുറവ് കൊണ്ട് മാത്രമാണ്. പക്ഷേ അവന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ ആര് നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാലും പ്രവർത്തനങ്ങൾ നല്ലതാണ്. പക്ഷേ നമുക്ക് നാം മുസ്ലിം ആകുന്ന ആളുകൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടും. മറ്റുള്ള മതസ്ഥരാകുമ്പോ അതിൻ്റെതായ നിലക്ക് ആ കൂലികൾ നീക്കിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും മുസ്ലിംകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ മത അനുസരിച്ച് നാം അതിൻ്റെതായ നിലക്ക് പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി ആഗ്രഹിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊതുജനങ്ങൾക്ക് ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു തആല സ്വാലിഹായ കർമ്മത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടെ യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.